ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ടുള്ളൊരു തോരൻ കറിയുടെ റെസിപ്പിയാണ്. നമ്മുടെ മുറ്റത്തുണ്ടായ കോവലിൽ നിന്ന് പറിച്ചെടുത്ത കോവയ്ക്ക വെച്ച് തയ്യാറാക്കിയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ. അപ്പം നമ്മൾ കോവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. അത് കടുക് താളിച്ച് നമ്മൾ ആ കോവയ്ക്ക വേകാൻ വെച്ചു. ലേശം ഉപ്പ് ഒഴിച്ച്, ഉപ്പ് നീരാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പം അതിലേക്ക് നമ്മൾ തേങ്ങയും മുളകും ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ചതച്ച് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കി ഒന്ന് ചതച്ച് ചേർത്തിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. നമുക്ക് ഉച്ചയ്ക്ക് ചോറിനോട് കൂടി നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കോവയ്ക്ക ആയതുകൊണ്ട് നമ്മൾ വാങ്ങുന്ന പച്ചക്കറി പോലെ അല്ലല്ലോ, ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മളതിനായിട്ട് എടുത്തിട്ടുള്ള കോവയ്ക്ക, പിന്നെ പച്ചമുളക്, തേങ്ങ, ഉള്ളി. അപ്പോൾ നമ്മൾ കോവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കത് ഇഷ്ടമല്ല നമ്മുടെ രീതിക്കനുസരിച്ച് നമ്മൾ അരിഞ്ഞിടും. നമ്മുടെ എല്ലാ വീട്ടിലും കോവയ്ക്ക നമ്മൾ വയ്ക്കാറുള്ളതാണല്ലോ. അപ്പോൾ കോവയ്ക്ക ഇങ്ങനെ അരിഞ്ഞ് അത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, കടുക് താളിച്ച് വേകാൻ വെച്ചു. അപ്പം ലേശം ഉപ്പും കൂടെ ഒഴിച്ച് വേവിക്കുകയാണെങ്കിൽ നമ്മൾ അരച്ചുകൊണ്ട് വരുമ്പോഴേക്കും ഈ കോവയ്ക്ക വെന്ത് ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ അല്പം കുറച്ച് തേങ്ങ മതി, അധികം തേങ്ങയൊന്നും വേണ്ട. കുറച്ച് തേങ്ങ ഒന്ന് ചതച്ചെടുത്താൽ മതി. ശരിക്കും തേങ്ങയും കാന്താരി മുളകും ഉള്ളിയും കൂടി ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുത്തു. അത് നമ്മൾ ഒന്നുകൂടി ഇട്ട് ഇളക്കി ചൂടാക്കി ഒന്നുകൂടി ഒന്ന് ഇളക്കി വാങ്ങിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു 2 സെക്കൻഡ് മതി. അരിഞ്ഞെടുത്താൽ 2 സെക്കൻഡ് മതി കറി വെക്കാനായിട്ട്. കോവയ്ക്ക് അധികം വേവൊന്നുമില്ലല്ലോ. പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ തോരൻ കറി റെഡിയാക്കാൻ പറ്റും. അപ്പം നമ്മുടെ ഇന്നത്തെ തോരൻ കോവയ്ക്കാണ്. ഓക്കെ, ബൈ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.